അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ വോൾഫ് ക്രീക്ക്. ഡയറക്ടർ ഗ്രെഗ് മെക്ലൈൻ സംവിധാനം ചെയ്ത് 2005 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ മിസ്റ്ററി ഓസ്ട്രേലിയൻ മൂവിയാണ് വോൾഫ് ക്രീക്ക്. ഓസ്ട്രേലിയയിൽ സ്ഥിരമായിട്ട് പല പല കുടുംബങ്ങളെയും കറങ്ങാൻ പോകുന്ന കപ്പിൾസുകളെയും കാണാതാവുകയാണ്. ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന പോലീസുകാർക്കും നാട്ടുകാർക്കും കിട്ടുന്നത് അവരുടെ ബോഡികളും പല പല ശരീരഭാഗത്തെയുമാണ്. എന്നാൽ ഇത് വെറും ഒരു സിനിമാ കഥയല്ല, പകരം ഓസ്ട്രേലിയയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ്. അതിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഒരു ട്രൂ സ്റ്റോറി മൂവിയാണ് ഈ വോൾഫ് ക്രീക്ക്. സിനിമയുടെ തുടക്കത്തിൽ ഇതൊരു ട്രൂ സ്റ്റോറി മൂവിയാണെന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു കടൽ തീരം, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വർഷം 1999. ഇവിടെ കാർ രണ്ടെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ബെൻ എന്ന് പറയുന്ന നമ്മുടെ നായകൻ തന്റെ കൂട്ടുകാരുമൊത്ത് ട്രിപ്പ് പോകാൻ വേണ്ടി കാർ എടുക്കുന്ന തിരക്കിലാണ്. അവസാനം ഒരു റെഡ് കളർ കാർ ചൂസ് ചെയ്യുന്നു. തുടർന്ന് നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ഒപ്പിട്ട് തരാൻ കടയുടമ പറയുമ്പോൾ പേരും പ്രൂഫും ഒക്കെ ബെൻ കൊടുക്കുന്നു. പിന്നെ കാണുന്നത് ഒരു വർക്ക്ഷോപ്പിൽ പണിക്കാരൻ ഒരു കാറിന്റെ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ശരിയാക്കുന്ന കാഴ്ചയാണ്. എന്നാൽ ആ കാറ് നമ്മുടെ ബെൻ എടുത്ത് കൊണ്ടുവന്ന കാറായിരുന്നു. എന്തിനാണ് ചേട്ടാ ഇന്ന് വല്ലതും ശരിയാവോ എന്ന് ബെൻ ചോദിക്കുമ്പോൾ നീ ഒന്ന് അടങ്ങടേ, ഇതെന്തൊരു ധൃതിയാണെന്ന് പണിക്കാരൻ പറയുകയാണ്. തുടർന്ന് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എഞ്ചിൻ അവിടെ പ്രോപ്പറായി വർക്കാവുകയാണ്. അതുകണ്ട് സന്തോഷത്തോടെ അവൻ പണിക്കാരനോട് താങ്ക്സ് ഒക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തീരത്ത് വെയിൽ കൊള്ളാൻ കിടക്കുന്ന 2 പെണ്ണുങ്ങളെയാണ്. ഈ 2 പെണ്ണുങ്ങളും ബെന്നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നിട്ട് അവർ തിരിച്ച് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കാറും കൊണ്ട് ബെൻ അവിടേക്ക് വരികയാണ്. അവനെ കണ്ടതും 2 പേരും ഓടിച്ചാടി അടുത്തു പോയിട്ട് ക്രിസ്റ്റി പറയുകയാണ്, "ഞേ റെഡ് കളറോ? ഞാൻ നിന്നോട് പർപ്പിൾ കളറല്ലേ എടുക്കാൻ പറഞ്ഞതെന്ന് പറയുന്നു. ഇത് കിട്ടിയതേ ഭാഗ്യത്തിലാണ്, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ബെന്ന് പറയാണ്. അങ്ങനെ ഇന്ന് രാത്രി നമുക്ക് മറ്റു വേറെ ഫ്രണ്ട്സുകളോടൊപ്പം പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം രാത്രി അവർ 3 പേരും പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 പാർട്ടി. പെൺപിള്ളേരെയെല്ലാം വെള്ളത്തിലെടുത്ത് എറിഞ്ഞ് ചാടി മറിയുകയാണ്. ബിയറൊക്കെ കുടിച്ച് സെറ്റായി വൈബായിട്ട് പോവേണ്. ശേഷം കാണിക്കുന്നത് അന്നത്തെ രാത്രി ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആവുന്നതാണ്. അവിടെ ലിസ ഉറക്കം എഴുന്നേൽക്കുന്നു. എന്നിട്ടവൾ ഓടി വെള്ളത്തിലിറങ്ങി കുളിക്കുന്നു. തുടർന്ന് തണുത്ത് വിറച്ച് കരയിൽ വന്ന് നിൽക്കുകയാണ്. ശേഷം അവർ ട്രിപ്പ് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കി വണ്ടിയിൽ വെച്ചിട്ട് അവർ യാത്ര തുടങ്ങുന്നു. ആ യാത്ര അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു. അടിപൊളി പാട്ടൊക്കെ കേട്ട് വൈബായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി അവർ മാറി മാറി വണ്ടി ഓട്ടിക്കുന്നു. അവർ അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ അതിമനോഹരമായ നക്ഷത്രങ്ങളെ നോക്കി 1-2 പറഞ്ഞവർ കിടക്കുന്നു. എന്നിട്ട് അവർ പോകാനിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ബെൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ ഒരുപാട് UFOs വന്ന് വീണിട്ടുണ്ടെന്നും ആളുകൾ അവിടെ ഏലിയൻസ് ഉണ്ടെന്ന് പറയുന്നുവെന്നും ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണത്രേ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അവർ 2 പേരും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്നാവുന്നു. അവിടെ ലിസ ഉറക്കം എഴുന്നേൽക്കുന്നു. തുടർന്ന് ബാക്കിയുള്ളവരും എഴുന്നേറ്റ് ടെന്റൊക്കെ മാറ്റി വീണ്ടും യാത്ര തുടങ്ങുന്നു. ഇപ്പോൾ ലിസയാണ് കാർ ഓടിക്കുന്നത്. അവർ 2 പേരും ഉറങ്ങുകയാണ്. മുമ്പിലായി ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ലിസ ശ്രദ്ധിക്കുന്നു. അതിൽ ഇനി ലാസ്റ്റ് എമോ ക്രീക്ക് എന്ന ഫ്യൂൽ സ്റ്റേഷൻ 35 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉണ്ടെന്നും അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഫ്യൂൽ സ്റ്റേഷൻ 800 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ എന്ന് എഴുതിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വെറുതെ സീൻ വാങ്ങിച്ച് തലയിൽ വെക്കേണ്ട എന്ന് കരുതി 35 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ആ ഫ്യൂൽ സ്റ്റേഷനിലോട്ടുള്ള വഴിയിൽ വണ്ടി തിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടേക്ക് എത്തുന്നു. തുടർന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമാകെ നോക്കുന്നു. ക്രിസ്റ്റി നോക്കുമ്പോൾ അപ്പുറത്തൊക്കെ ഒരുപാട് ചവറുകൾ കിടക്കുകയാണ്. ബെൻ ഫ്യൂവൽ വണ്ടിയിൽ അടിക്കുന്നു. തുടർന്ന് ഒരു ക്യാൻ എടുത്ത് പ്രത്യേകം ആവശ്യത്തിനായി കുറെ ഫ്യൂൾ അതിലും കരുതുന്നു. ലിസ അകത്ത് വാഷ്റൂമിൽ നിന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവുകയാണ്. പുറത്ത് ബെൻ തന്റെ ക്യാമറ എടുത്തിട്ട് അതിലൊരു വ്ലോഗ് എടുക്കുന്നു. അപ്പോഴേക്കും പിന്നിൽ നിന്നും അവിടുത്തെ ഒരു സ്റ്റാഫ് നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് പൈസ കൊടുക്കാൻ വേണ്ടി ലിസ അകത്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് കുറെ പ്രായമായ ആൾക്കാർ ഇരിക്കുകയാണ്. അവർ ലിസയെ നോക്കിയിട്ട് "അളിയ അത് നോക്കടാ, അവള് കൊള്ളാം, പക്ഷെ അവൾക്കും ഒന്നുമില്ലല്ലോ പിടിക്കാൻ വേണ്ടി" എന്നൊക്കെ പരസ്പരം പറയുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റി അവളുടെ അടുത്ത് വരികയാണ്. അവളെ കാണുമ്പോൾ ഞെട്ടലോടെ അവർ "അളിയ അത് നോക്കടാ, ഇതാണ് സാധനം, ഇവള് പൊളി, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് കൊതിയോടെ നോക്കിച്ചിരിക്കുന്നു. തുടർന്ന് ബെന്നും അവിടെ എത്തുകയാണ്. അവർ അവനെ വിളിച്ചിട്ട് പറയുകയാണ്, "ഇതിൽ ആ പൊളി സാധനത്തിനെ രാത്രി കൊണ്ടുവാ, നമുക്കൊരു ഗ്യാങ് ബാങ് റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു." ഇത് കേട്ടിട്ട് ബെന്ന് ദേഷ്യത്തോടെ കലിപൊട്ടി നിൽക്കുകയാണ്. എന്നിട്ട് വെറും മലരൻ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്നു. അപ്പോൾ മറ്റേയാൾ ചാടി എഴുന്നേറ്റിട്ട് "നീ എന്തിനാണിപ്പം പറഞ്ഞത്?
പറഞ്ഞത് കേട്ടില്ല, ഒരിക്കൽ കൂടി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത് ഞാൻ പറഞ്ഞത് നിന്റെ ചിരി നല്ല കൊള്ളാമെന്ന്. ഇത് കേട്ടവർ വീണ്ടും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ലിസയും ക്രിസ്റ്റിയും അവനും ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. അകത്ത് വന്നിരുന്നിട്ട് നല്ല സ്ഥലത്ത് തന്നെ വന്നത്, ഇതൊക്കെ എന്തൊരു മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ് അവരുടെ മൂടൊക്കെ പോയിരിക്കുന്നു. എന്നിട്ടവർ അതൊക്കെ മറന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അവർ ഒരു വിജനമായ പ്രദേശത്ത് കൂടി പോവുകയാണ്. അവിടെ വോൾഫ് ക്രീക്ക് കാർട്ടർ ട്രെയിൽ വാക്കിംഗ് ഒള്ളി അലൗഡ് 3 hours എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു. ഇത് കണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലമെന്നും ഇവിടെയാണ് നമ്മൾ വരാനിരുന്നതെന്ന് പറഞ്ഞ് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് സന്തോഷത്തോടെ അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുമ്പിലോട്ട് നടക്കുന്നു. പക്ഷേ അവിടെ 3 മണിക്കൂർ മാത്രമേ അവർക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അതിവിടുത്തെ റൂളാണ്. അവർ മുമ്പിൽ സംസാരിച്ച് നടക്കുന്നത് ദൂരെ നിന്നും ഒരാൾ കാണുന്നുണ്ടായിരുന്നു. തുടർന്ന് അവർ പോകുമ്പോഴേക്കും അവരുടെ കാറിനടുത്ത് വന്ന് കാറിനകത്തെ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നു. അവർ ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ വന്ന് കയറിയിട്ട് ബെൻ പറയുകയാണ്, നമ്മൾ ഇവിടെ എത്തിയെന്നും ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലമെന്നും പറയുന്നു. അവർ നോക്കുമ്പോൾ കണ്ടത് മുമ്പിലായി ഒരു വലിയ താഴ്ച കാണുകയാണ്. 3 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പമുണ്ട് അതിന്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ബെൻ അവർക്ക് 2 പേർക്കും പറഞ്ഞു കൊടുക്കുന്നു. 1947 കാലഘട്ടത്തിൽ ചിലരാണ് ഇതിവിടെ കണ്ടുപിടിച്ചതും ആകാശത്ത് നിന്നും വലിയൊരു മീറ്റിയർ വന്ന് താഴെ വീണു, അങ്ങനെയാണ് ഇത്രയും താഴ്ച ഇവിടെ ഉണ്ടായെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് വലിയ ആകാംക്ഷയിൽ അത്ഭുതത്തോടെ ലിസയും ക്രിസ്റ്റിയും. അങ്ങനെ അവർ വീണ്ടും മുമ്പിലോട്ട് നടന്ന് കുറച്ചു നേരം ക്യാമ്പ് ചെയ്യുകയാണ്. ലിസ അവിടെ നിന്ന് എണീറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് മാറിപ്പോയിരിക്കുന്നു. അവിടെ ബെൻ എത്തുകയാണ്. എന്നിട്ട് അവർ പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കുന്നു. ബെന്നിന് ലിസയെ ഇഷ്ടമായിരുന്നു. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം അവർ തിരിച്ചു പോകാൻ വേണ്ടി റെഡിയാകുന്നു. മഴ ചെറുതായിട്ട് പെയ്യുന്നുമുണ്ട്. ലിസ വണ്ടി ഓൺ ചെയ്യുമ്പോൾ എൻജിൻ അവിടെ സ്റ്റാർട്ടാകുന്നില്ല. ചേടാ വീണ്ടും പണി കിട്ടിയോ എന്ന് പറഞ്ഞ് ബെന്ന് പോയി മുമ്പിൽ ചെക്ക് ചെയ്യുകയാണ്. ഒപ്പം ക്രിസ്റ്റിയും. തങ്ങളാകെ മൂഞ്ചി തിരിഞ്ഞു നിൽക്കുന്നുവെന്ന് ബെന്നിന് മനസ്സിലായി. കാരണം ഇനി ഒരു റിപ്പയർ ഇല്ലാതെ വണ്ടി മുമ്പോട്ടെടുക്കാൻ കഴിയില്ല. നേരത്തെ സംഭവിച്ചതുപോലെ വണ്ടിയുടെ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ടിംഗ് ട്രബിൾ സംഭവിച്ചിരിക്കുന്നു. വേറെ വഴിയില്ലാതെ അവർ അകത്തു കയറി 3 പേരും എന്തൊരു ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നു. സമയം അങ്ങനെ രാത്രിയാവുകയാണ്. ബെന്ന് ഇന്നലെ അവർക്ക് പറഞ്ഞു കൊടുത്ത UFOസിനെ പറ്റിയുള്ള കാര്യങ്ങളും കൂടാതെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ള ഫാമിലിയെയും മറ്റു ചിലരെയും ഇതുവരെ കണ്ടിട്ടില്ലെന്നും അവരുടെ കേസ് ഇപ്പോഴും തെളിയാതെ കിടക്കുന്നുവെന്നും പറയുന്നു. ഇത് കേട്ട് ലിസ പറയുകയാണ്, ഡേ ഒന്ന് ചുമ്മാ ഇരി, ഒന്നാതെ പേടിച്ചിരിക്കുകയാണ്, ഇനി അതിന്റെ കൂടെ ഇതും കൂടെ കേട്ട് പേടിക്കാൻ വയ്യ എന്ന് പറയുന്നു. അപ്പോഴേക്കും മുമ്പിലായി ഒരു വെളിച്ചം വന്നടിക്കുന്നത് ക്രിസ്റ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് അവരുടെ അടുത്തേക്ക് അതങ്ങനെ വരികയാണ്. മൂവരും പേടിച്ചിരിക്കുന്നു. ശേഷം അവിടേക്ക് വന്നത് മറ്റേതൊരു വണ്ടിയാണെന്ന് മനസ്സിലായി അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. അവിടെ ഒരു പ്രായമായ മനുഷ്യൻ വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. അവർ നടന്നതൊക്കെ അദ്ദേഹത്തോട് പറയുന്നു. തുടർന്ന് അദ്ദേഹം വണ്ടി ചെക്ക് ചെയ്യുകയാണ്. ഇടയ്ക്കിടെ അദ്ദേഹം നല്ല വിഷയം കൗണ്ടറുകൾ അടിക്കുന്നു. ഇതൊക്കെ കേട്ട് ആ 2 പെൺപിള്ളേർ ചിരിച്ചു മറിയുകയാണ്. അവസാനം ഇതെന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നില്ല, ഒരു റിപ്പയർ തന്നെ വരണം, അതിനായി നിങ്ങളിവിടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞുകൂടണമെന്നും ഞാൻ നാളെ രാവിലെ ഒരു പണിക്കാരനുമായി വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ഇവിടെ ലിസ പറയുകയാണ്, നമ്മൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് അത്ര പന്തിയല്ല, നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിനോട് പറ എന്ന് ബെന്നിയോട് പറയുന്നു. ഇത് കേട്ട് തലയാട്ടി അതെ എന്ന് ക്രിസ്റ്റിയും. അവസാനം ബെന്നി അദ്ദേഹത്തിനോട് നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കുന്നു. എനിക്ക് പോകേണ്ടത് സൗത്തിലാണ്, നിങ്ങൾക്ക് നോർത്തിലോട്ടല്ലേ പോകേണ്ടത്, ഇന്നത്തേക്ക് നിങ്ങൾ എൻ്റെ കൂടെ സൗത്തിൽ വരുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. ഇത് കേട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവർ പോകാൻ റെഡിയാകുന്നു. അദ്ദേഹത്തിന്റെ ട്രക്കിൽ കയറ് കെട്ടി അവരുടെ കാറിന്റെ ബോണറ്റിൽ കെട്ടിയിട്ട് ഒപ്പം വലിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി ഒക്കെ എന്റേതാണ്, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്റെ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞത് കേട്ട് അവരെല്ലാം ഞെട്ടിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഹണ്ടിങ് എന്ന് പറഞ്ഞ് കാര്യം നിർത്തുന്നു. തുടർന്ന് ഞാനിവിടെ മുയലുകളെയും ബാക്കി മൃഗങ്ങളെയെല്ലാം വേട്ടയാടി പിടിച്ച് ജീവിക്കുന്നുവെന്ന് പറയുകയാണ്. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം അവർക്ക് ഉറക്കം വരുന്നു. അവരെല്ലാം ഓരോ സ്ഥലത്തായിട്ട് ഉറങ്ങുകയാണ്. സമയം രാവിലെ ആകുമ്പോൾ ലിസ കണ്ണ് തുറന്ന് നോക്കുകയാണ്. അവളുടെ കയ്യിനെയും കാലിനെയും വായിനെയും കെട്ടിയിട്ടിരിക്കുന്നു.
ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ പേടിച്ചെണീറ്റ് അവിടെയൊക്കെ നോക്കുന്നു. ജനലിൽ കൂടെ നോക്കുമ്പോൾ അവരുടെ കാർ അദ്ദേഹം ഷെഡിലിട്ടിരിക്കുന്നു. എന്നിട്ട് അവർ കിടന്ന പുതപ്പിൽ ബ്ലഡ് പുരണ്ട് കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ട് എന്തോ വലിയ ആപത്ത് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. തുടർന്ന് അവൾ താഴെ വന്ന് വീഴുകയാണ്. അങ്ങനെ സമയം രാത്രിയാകുമ്പോൾ അവൾ ബോധമെഴുന്നേറ്റ് അവിടെ കണ്ടിരുന്ന ഗ്ലാസ് ചില്ലെടുത്ത് കെട്ടുമുറിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. മുമ്പിലായി നോക്കുമ്പോൾ അവരെ കാറിന്റെ മെയിൻ പാർട്സുകളൊക്കെ ഊരി വെച്ചിരിക്കുന്നു. അവർക്കിടുന്ന ബെഡ്ഷീറ്റിൽ ഒരുപാട് ബ്ലഡും ശരീരഭാഗങ്ങളും മുറിച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് പേടിച്ചു കറിഞ്ഞ് അവളൊരു ഷൂസ് എടുത്തിട്ടിരിക്കുമ്പോൾ ക്രിസ്റ്റിയുടെ കരച്ചിൽ ഗ്യാരേജിനകത്ത് നിന്നും കേൾക്കുകയാണ്. സൗണ്ട് കേട്ട ഭാഗത്തേക്ക് അവൾ പോയി നോക്കുമ്പോൾ അകത്ത് ക്രിസ്റ്റിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവളുടെ ദേഹത്ത് ഒരുപാട് പരിക്കുകൾ ഉണ്ട്. മറ്റേ അദ്ദേഹം അവിടെ നിൽക്കുന്നു. ഇവനൊരു സൈക്കോ ആണ്. ഇങ്ങനെ വരുന്നവരെ ക്രൂരമായി ആക്രമിച്ചു കൊല്ലുന്നതാണ് ഇവന്റെ ഒരു ഹോബി. അതിൽ ഇത്തവണ ഇരയായത് ഈ പാവങ്ങളും. തോക്ക് കാണിച്ച് ഇപ്പോൾ വെടിവെക്കുമെന്ന് പറഞ്ഞ് സൈക്കോ അവളെ പേടിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും ഉറക്കെ കരയാൻ പോലും പറ്റാതെ ലിസ മോങ്ങുകയാണ്. തുടർന്ന് അവൾ അടുത്ത് വന്നിട്ട് നീ മറ്റേ കാര്യത്തിന് വഴങ്ങണമെന്ന് പറഞ്ഞ് ദേഹത്തൊക്കെ പിടിക്കുന്നു. ഈ സമയത്ത് ലിസ അവരുടെ കാറിൽ തീ കത്തിച്ചിട്ട് മണ്ണെണ്ണ ലാമ്പെടുത്ത് കനലിൽ വെക്കുന്നു. പെട്ടെന്ന് അതവിടെ പൊട്ടുകയാണ്. അവൾ സൈഡിൽ ഒളിച്ചിരിക്കുമ്പോൾ സൈക്കോ പുറത്തേക്ക് വന്ന് ചുറ്റിനും നോക്കുന്നു. ഈ തക്കത്തിന് ലിസ അകത്തേക്ക് കയറുകയാണ്. അവളെ കണ്ടതും ക്രിസ്റ്റി കരഞ്ഞു വിളിക്കുന്നു. തൊട്ടടുത്ത് ഏതോ ഒരു പെണ്ണിനെ കൊന്ന് കയ്യും മുടലും മാത്രം കെട്ടിവെച്ചിരിക്കുന്നത് ലിസ കാണുന്നു. അതിന് ഏകദേശം ഒരാഴ്ചത്തെ പഴക്കമെങ്കിലും കാണുമെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ബെൻ എവിടെയെന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് സൈക്കോ തീയൊക്കെ അണച്ച് അകത്തേക്ക് വരുന്നു. ആ സൗണ്ട് കേട്ടവൾ ഒളിക്കാനുള്ള സ്ഥലം തപ്പുകയാണ്. സൈക്കോ അകത്ത് വരുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് വാ നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് വലിയ കത്തിയെടുത്ത് അവളെ വിരട്ടി മറ്റേ കാര്യത്തിന് നിർബന്ധിപ്പിക്കുന്നു. ഇത് അകത്ത് നിന്നും ലിസ കണ്ടിട്ട് പിന്നിൽ നിന്നും സൈക്കോയുടെ തോക്കെടുത്ത് അയാളെ കീഴടങ്ങാൻ പറയുന്നു. ഇത് കണ്ട് അയാൾ ചിരിച്ച് മോളെ അതിൽ ബുള്ളറ്റ് ഇല്ലാത്ത കാര്യം നീ മറന്നു എന്ന് പറയുമ്പോൾ അവൾ ഷൂട്ട് ചെയ്യുകയാണ്. ബുള്ളറ്റ് വന്ന് സൈക്കോയുടെ കഴുത്തിന്റെ സൈഡിൽ കൊണ്ട് അയാൾ താഴേക്ക് വീഴുന്നു. എന്നിട്ട് അവളുടെ കെട്ടടിച്ച് മാറ്റി നീ പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സൈക്കോയുടെ ട്രക്ക് എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ കീ അവിടെ കഷ്ടകാലത്തിനുണ്ടായിരുന്നില്ല. അത് സൈക്കോയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ശേഷം അകത്ത് പോയി പാന്റിന്റെ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈക്കോ തോക്കുമായി മുമ്പിൽ വന്ന് അവരെ ഷൂട്ട് ചെയ്യുന്നു. ബുള്ളറ്റ് കൊണ്ടത് കഴുത്തിന്റെ സൈഡിലായതിനാൽ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വണ്ടി മൂവ് ചെയ്യുമ്പോൾ സൈക്കോ ഓടി മറയുകയാണ്. തുടർന്ന് മുമ്പിലത്തെ സീറ്റിനെ വണ്ടി കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുന്നു. എന്നിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് ജീവന് വേണ്ടി ഒരൊറ്റ പോക്ക്. അമിത വേഗത്തിൽ പോയിരുന്നെങ്കിലും മറ്റൊരു വണ്ടിയിൽ സൈക്കോ അവരെ ഫോളോ ചെയ്ത് വരികയാണ്. ഇത് ക്രിസ്റ്റി കാണുകയും പെട്ടെന്ന് ചവിട്ടി വിടാനും ലിസയോട് പറയുന്നു. കഷ്ടകാലത്തിന് അവരുടെ മുമ്പിൽ ഒരു വലിയ കൊക്ക എത്തുകയാണ്. ഇത് കണ്ട് ലിസ അവിടെ ബ്രേക്ക് ചവിട്ടുന്നു. കൊക്കയാണെങ്കിൽ ഏവരെയും പേടിപ്പിക്കുന്ന നല്ല ആഴത്തിലുള്ള കൊക്ക, അതും രാത്രി സമയം. തുടർന്ന് അവർ പുറത്തേക്കിറങ്ങി രണ്ടുപേരും വണ്ടിയെ തള്ളി കൊക്കയിലേക്ക് ഇടുന്നു. ഇത് ചെയ്തത് വണ്ടി കൊക്കയിൽ മറിഞ്ഞ് രണ്ടുപേരും മരിച്ചെന്ന് സൈക്കോയിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ട്രിക്കായിരുന്നു. എന്നിട്ട് അവന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ താഴേക്കിറങ്ങി പാറക്കെട്ടിൽ അള്ളിപ്പിടിച്ച് രണ്ടുപേരും ജീവന് വേണ്ടി പൊരുതുന്നു. അപ്പോഴേക്കും സൈക്കോ അവിടേക്ക് എത്തുകയാണ്. അവൻ വന്ന് ടോർച്ചടിച്ച് താഴെയൊക്കെ സൂക്ഷിച്ചു നോക്കുന്നു. ആ നോട്ടത്തിൽ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ശേഷം അവരെ നോക്കാൻ വേണ്ടി സൈക്കോ താഴോട്ട് പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോവുന്നു. ഈ തക്കത്തിന് അവർ രണ്ടുപേരും മുകളിൽ കയറി വന്ന് സൈക്കോ വന്ന കാർ എടുത്ത് പോകാൻ നോക്കുമ്പോൾ കഷ്ടകാലത്തിന് താക്കോൽ അതിലും ഉണ്ടായിരുന്നില്ല. ക്രിസ്റ്റിയാകെ തളർന്ന് ഓടാൻ വയ്യാതെ വീണ് കിടക്കുകയാണ്. നമുക്ക് അർജന്റായിട്ട് ഒരു കാർ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്നും ആ ഗ്യാരേജിൽ തന്നെ മറ്റൊരു കാർ വല്ലതും കാണും, നമുക്കത് പോയി എടുക്കാമെന്ന് പറഞ്ഞ് അവളെ നടക്കാൻ സഹായിച്ച് അവർ തിരിച്ച് സൈക്കോയുടെ ഗ്യാരേജിലോട്ട് പോകുന്നു. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തൊട്ട് സൈഡിൽ ക്രിസ്റ്റിയെ ഇരുത്തിയിട്ട് ഞാൻ പോയി ഏതെങ്കിലും കാർ എടുത്തിട്ട് വരാം, നീ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ ഉറപ്പായും വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് വാക്ക് കൊടുക്കുന്നു. തുടർന്ന് കരഞ്ഞുകൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ലിസ പോകുമ്പോൾ ഒരു ഷെഡ് കാണുകയാണ്. അതിനകത്ത് പോകുമ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ഏണി കണ്ട് അവൾ അതിൽ കൂടെ ഇറങ്ങുമ്പോൾ കാൽ തന്നെ താഴേക്ക് വീഴുന്നു. എന്നാൽ അകത്തെ കാഴ്ച കണ്ടവൾ ഞെട്ടിധരിക്കുന്നു. കാരണം അവിടെ ഒരുപാട് മനുഷ്യരുടെ തലയൊട്ടികൾ കിടക്കുന്നു. ഒരു 30-40 തലയൊട്ടിയെങ്കിലും കാണും. ഇതൊക്കെ സൈക്കോ കൊന്നുകൊണ്ട് ഇട്ടവരുടേതാണ്. അങ്ങനെ അവിടുന്ന് പേടിച്ചോടി ലിസ അകത്ത് വന്ന് നോക്കുമ്പോൾ ആ ഗ്യാരേജിനകത്ത് ഒരുപാട് കാറുകൾ കിടപ്പുണ്ട്. തുടർന്ന് അകത്തേക്ക് കയറി ടോർച്ചടിച്ച് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോകൾ വെച്ചിരിക്കുകയാണ്. ഫാമിലി ഫോട്ടോകളും കപ്പിൾസ് ഫോട്ടോകളും അങ്ങനെ കുറെ പേരുടെ ഫോട്ടോകൾ കാണുന്നു. ഇത് കണ്ടിട്ട് അവൾക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. ഇവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവണം, ഇവരെയൊക്കെ ഈ സൈക്കോ കൊന്നിട്ടുണ്ടാവും. ഈ കാണാതായവരുടെ കേസുകളാണ് നാട്ടിൽ പോലീസുകാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാകുന്നു.
ബെന്നിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി അവിടെ വെച്ച് അവൾക്ക് കിട്ടുന്നു. കൂടാതെ അവിടെ ഒരുപാട് ക്യാമറകൾ കിടപ്പുണ്ട്. അതിലൊരു ക്യാമറ എടുത്ത് നോക്കുമ്പോൾ അതിൽ മറ്റൊരു ഫാമിലി ഷൂട്ട് ചെയ്ത വീഡിയോസുകൾ കാണുന്നു. അതിൽ ആ സൈക്കോ ട്രക്കുമായി അവരുടെ മുമ്പിൽ എത്തുന്നു. ഇവർക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് അതുപോലെ തന്നെ അവർക്കും അവിടെ സംഭവിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ സൈക്കോ ഇവിടെ വരുന്നവരെ വിളിച്ചുകൊണ്ട് പോകുന്നതും സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ക്രൂരമായി കീറി മുറിച്ച് കൊല്ലുന്നതും. അവസാനം ബെന്നിന്റെ ക്യാമറ അവൾക്ക് കിട്ടുകയാണ്. അതിൽ നോക്കുമ്പോൾ ബെന്ന് ഫ്യൂൽ സ്റ്റേഷനിൽ നിന്നും എടുത്ത വീഡിയോസ് കാണുന്നു. അതിൽ ആ സൈക്കോ ട്രക്കുമായി പാസ് ചെയ്തു പോകുന്നതും കാണുന്നു. അങ്ങനെ അവളുടെ ഭയം ഇരട്ടിക്കാൻ തുടങ്ങുകയാണ്. ശേഷം അവിടെ നിന്നും ഒരു കാർ എടുത്ത് സ്റ്റാർട്ടാക്കുകയും പെട്ടെന്ന് അവളെ ഞെട്ടിച്ചുകൊണ്ട് പിന്നിൽ നിന്നും സൈക്കോ അവളെ കുത്തുകയാണ്. അവളുടെ മണം പിടിച്ച് സൈക്കോ അങ്ങോട്ടേക്ക് എപ്പോഴോ എത്തിക്കഴിഞ്ഞു. ശേഷം അവളുടെ കയ്യിലെ 4 വിരലിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് നിനക്കൊന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കുറുക്കിൽ കൂടെ കത്തി കുത്തി കയറ്റി മുഴുവനുമായി കൊല്ലുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ലിസയെ കാത്ത് പുറത്ത് നമ്മുടെ പാവം ക്രിസ്റ്റി ഇരിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ലിസ വരാത്തത് കൊണ്ട് എന്തോ അപകടം പറ്റിക്കാണുമെന്ന് മനസ്സിലായി വേറെ വഴിയില്ലാതെ അവൾ തിരിഞ്ഞോടി രക്ഷപ്പെടുന്നു. സമയം ഇപ്പോൾ വെളുപ്പാൻ രാവിലെ ആകുന്നു. സൂര്യൻ അങ്ങനെ പതുക്കെ ഉദിച്ചു വരികയാണ്. അവൾ ഓടി ഓടി അവസാനം റോഡിലേക്ക് എത്തുന്നു. ഏത് വഴി പോകണമെന്നറിയാതെ അവളാകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. തുടർന്ന് രണ്ടും കൽപ്പിച്ച് മുമ്പിലോട്ട് ഓടുകയാണ്. കുറെ സമയത്തിന് ശേഷം ഓടി ഓടി തളർന്നവൾ റോട്ടിലിരിക്കുന്നു. അപ്പോഴേക്കും മുമ്പിൽ നിന്നും ഒരു കാറ് വരികയാണ്. അതിനെ കണ്ടതും അവൾ ഓടി എന്നെ രക്ഷിക്കൂ, വണ്ടി നിർത്തണമെന്ന് പറയുമ്പോൾ വണ്ടി അവിടെ നിർത്തുകയാണ്. അതിലൊരു അപ്പൂപ്പൻ ഇരിക്കുന്നു. അവളെ കണ്ടതും ദൈവമേ നിനക്കിതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് കയറ്റുകയും അവൾക്ക് കുടിക്കാൻ വെള്ളവും ദേഹത്ത് മൂടാൻ കട്ടിയുള്ള തുണികളും എടുത്ത് നിൽക്കുമ്പോൾ ഫ്ലാസ്കിൽ ബുള്ളറ്റ് കൊണ്ട് വെള്ളം പോവുകയാണ്. പെട്ടെന്ന് അപ്പൂപ്പനും ഒരു വെടി കൊള്ളുന്നു. കണ്ണാടി മുഴുവൻ ബ്ലഡ് ആകുകയാണ്. ഇത് അകത്തു നിന്നും ക്രിസ്റ്റി കേൾക്കുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കണ്ടത് വെടികൊണ്ട് മരിച്ചു കിടക്കുന്ന ആ പാവം അപ്പൂപ്പനെയാണ്. സൈക്കോ അവളുടെ അടുത്തേക്ക് കാറിൽ വരുന്നു. ഇത് കണ്ട് പേടിച്ചവൾ കാറെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും സൈക്കോ റോഡിലേക്ക് കയറുന്നു. എന്നിട്ട് 660 അവളെ പിടിക്കാൻ വേണ്ടി വണ്ടി കുതിച്ചു പായിക്കുന്നു. സൈക്കോ അവളുടെ അടുത്ത് ഓപ്പോസിറ്റ് എത്തുകയാണ്. എന്നിട്ട് നിന്നെ ഇപ്പോൾ ഞാൻ നക്കി തിന്നുമെന്ന് പറഞ്ഞ് ആക്ഷൻ കാണിക്കുന്നു. നീ പോടാ മലരെ എന്ന് പറഞ്ഞവൾ അവന്റെ കാറിന്റെ സൈഡിൽ കൊണ്ടിടിക്കുന്നു. നിയന്ത്രണം വിട്ട കാറ് സൈഡിലിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സന്തോഷത്തോടെ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചുകൊണ്ടവൾ അവനെ നോക്കി നോക്കി പോവുകയാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. സൈക്കോ തോക്കെടുത്ത് ടയറിന് ലക്ഷ്യം വെച്ച് ഒരൊറ്റ ഷൂട്ട്. അത് കറക്റ്റ് കൊള്ളുകയും വണ്ടി മറിയുകയും ചെയ്യുന്നു. അങ്ങനെ സൈക്കോ അവിടേക്ക് എത്തുന്നു. അവൾ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ വീണ്ടും ഒരു വെടിവെച്ച് അവളെ കൊല്ലുന്നു. ശേഷം ഡിക്കി തുറന്ന് ഇവളെയും മറ്റേ അപ്പൂപ്പനെയും അകത്തിട്ടിട്ട് കാറ് കത്തിക്കുന്നു. പോലീസുകാർ കണ്ടാൽ കാർ മറിഞ്ഞ് കത്തിപ്പിടിച്ച് അകത്തുള്ള 2 പേര് മരിച്ചെന്ന് കരുതാൻ വേണ്ടിയാണ് സൈക്കോ ഇങ്ങനെ ചെയ്തത്. ശേഷം സൈക്കോ അവിടെ നിന്നും പോവുകയാണ്. ഇവിടെ ബെന്നിനെ മറ്റേതോ ഒരു സ്ഥലത്ത് കമ്പികൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 കൈയിലും കമ്പികൾ തറച്ച് കൊരുത്തിട്ടിരിക്കുകയാണ്. മുമ്പിലായി കൂടുകളിൽ ഒരുപാട് നായകൾ കിടന്ന് കുരയ്ക്കുന്നുമുണ്ട്. അവൻ കഷ്ടിച്ച് കമ്പിയിൽ നിന്നും കൈ വലിച്ചൂരി അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. ഒരു തുണി കൊണ്ട് കയ്യിൽ ചുറ്റിയതിനു ശേഷം അവിടെ നിന്നും ജീവനും കൊണ്ട് നടന്നു പോവുകയാണ്. സമയം അങ്ങനെ ഇരുട്ടി തുടങ്ങുന്നു. കുറെ നേരത്തിന് ശേഷം അവൻ അവിടെ ഏതോ ഒരു സ്ഥലത്ത് ബോധം കെട്ട് വീഴുന്നു. എന്നാൽ അതുവഴി വാനിൽ കറങ്ങാൻ വന്ന 2 കപ്പിൾസുകൾ അവനെ ഭാഗ്യം കൊണ്ട് കാണുകയാണ്. അവർ അവനെയും എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. തുടർന്ന് പോലീസിനെയൊക്കെ വിവരമറിയിച്ച് അവർ അവിടേക്ക് വന്ന് അവനെ ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബെന്നിനെ നാട്ടിൽ കാണിക്കുന്നു. പത്രക്കാരൊക്കെ അവനോട് നടന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിച്ച് അതിന് പിന്നാലെ പോകുന്നു. പക്ഷേ ബെന്നിന്റെ തെളിവുകൾ അനുസരിച്ചും അവർക്ക് സൈക്കോയെ പിടിക്കാൻ സാധിച്ചില്ല. പിന്നീട് സൈക്കോ അതുവഴി പോകുന്നത് കാണിക്കുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.